അപ്പോൾ ഇന്നത്തെ അടിപൊളി റെസിപ്പിയാണ് മിനി ദഹി വട. നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്, ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ കൊറിയാണ്ടർ ചട്നി. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കുന്നതാണ് ദഹി വട, മിനി ദഹി വട. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. വെരി ഫ്യൂ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമ്മൾ വട ഉണ്ടാക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് മഖാന, ലോട്ടസ് സീഡ്. ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ്. ഞാൻ ഇത് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ പാൻ അടുപ്പത്ത് വെച്ചു. അപ്പം നമ്മുടെ ഈ മഖാന ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതുണ്ടാക്കുന്നത്. ഞാനിതൊന്ന് ചൂടാക്കി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോണത് മിനി തൈര് വടയാണ്, അതായത് മിനി ദഹി വട. അപ്പോൾ ഇത് വടയുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഈ മഖാന വെച്ചാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആയി വരുമ്പം നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ ഇത് ഒരെണ്ണം എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുവാണ്. ഉണ്ടോ, ഇങ്ങനെ പൊട്ടി വന്നു. അപ്പോൾ അതായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി ഞാനിത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തിൽ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ ഞാനൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് ഇളക്കിയതിന് ശേഷം നമ്മുടെ മഖാന ഡ്രൈ ആക്കിയത് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് സോക്കായി വരണം. സോക്കായി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ദഹി വട ഉണ്ടാക്കാൻ പോകുന്നത്, മിനി ദഹി വട. ഇത് 1 കപ്പ് തൈരാണ്, നല്ല കട്ട തൈരാണ്, പുളിയൊന്നും ഇല്ലാത്തത്. ഇതിൻ്റെ അകത്തേക്കിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ദഹി വടയിലേക്ക് അപ്പോൾ ഈ തൈരിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അത് ഞാനിപ്പോൾ റെഡിയാക്കാം. ഇത് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ആണ്, ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ സിപ്പ് ലോക്കിലിട്ട് കഴുകിയതിന് ശേഷം സിപ്പ് ലോക്കിലിട്ടത് അടച്ച് നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഇത് കുറേ ദിവസം ഇതിങ്ങനെ കേടുകൂടാതെ ഇരിക്കും. നമ്മൾ തുറന്ന് വെക്കരുത് ഒരിക്കലും. തുറന്ന് വെച്ചാൽ അത് വാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി ഇങ്ങനെ സിപ്പ് ലോക്കിലിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആവശ്യാനുസരണം നമ്മൾക്ക് പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഒരിക്കലും ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ഇത് കേടുകൂടാതെ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് നമ്മുടെ ചട്നിയിലിടാനുള്ള ഒരു ചട്നി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഇത്രയും മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ തൈരിലിടാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കൊറിയാണ്ടറൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു വെളുത്തുള്ളിയുടെ അല്ലി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ മൈക്രോവേവിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് വിനീഗറും കൂടി ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇത് ഈ ഗാർലിക് ഇങ്ങനെ മൈക്രോവേവിൽ 1 മിനിറ്റ് വെച്ചപ്പോൾ നല്ല സോഫ്റ്റായി. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി ഞാൻ കുറച്ച് ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് പുളിയാണ്. ഈ പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ ആ ജ്യൂസ് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അത് നമ്മുടെ ഈ ചട്നിയുടെ കൂടെ, കൊറിയാണ്ടർ ചട്നിയുടെ കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം. ഈ സമയത്ത് ഞാൻ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി കൊറിയാണ്ടർ ചട്നി റെഡിയായി. ഇനി ഞാൻ കുറച്ച് ചില്ലി ഓയിലും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതാ ചില്ലി ഒക്കെ റെഡിയാക്കി വെച്ചേക്കണതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ
കാശ്മീരി ചില്ലി പൗഡർ. ഇത് കുറച്ച് ഗാർലിക് പൗഡറാണ്, ഇത് ഓപ്ഷണലാണ്, ഉള്ളവർ ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഇത് കുറച്ച് ജിഞ്ചർ പൗഡറും, ഇതും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ എനിക്ക് കുറച്ച് ഒണിയൻ പൗഡർ ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും ചില്ലി ഫ്ലേക്സും മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ചൂടായ ഒലിവ് ഓയിൽ, ഇത് കുക്ക് ചെയ്യണ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിലാട്ടോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ചില്ലി ഓയിൽ. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സാലഡിലൊക്കെ നമുക്ക് ഒഴിക്കാൻ നല്ലതാണ്, കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടും. ഞാനിതിങ്ങനെയും ഉണ്ടാക്കി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഇത് നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ മക്കാനയൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മുടെ തൈരിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന മക്കാനയാണിത്. നമ്മുടെ വടയുടെ ഓപ്ഷണലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് നല്ലൊരു നട്ടാണ്, ഫോക്സ് നട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടു. ഇനി ഇത് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഈ മക്കാന ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സീഡാണ്. ഇതൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള സീഡാണ്. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നീർക്കെട്ടൊക്കെ കുറയാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കൊറിയാണ്ടർ ചട്നിയും ചില്ലി ഓയിലും ഒക്കെ ഇടാൻ പോവുകയാണ്. ഇത് കുറച്ച് ചാട്ട് മസാലയാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ചില്ലി ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇത് നമ്മുടെ കൊറിയാണ്ടർ ചട്നി. ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ മിനി ദഹി വട റെഡിയായി. നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമൊന്നും ഇല്ല എങ്കിലും ഇത് ഇപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി വന്നത്. ഇതൊരു സൂപ്പർ ഫുഡാണ്. ഇത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കുറയാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ അകത്ത് റിച്ച് ഇൻ പൊട്ടാസ്യമാണ്. അതുപോലെ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്ന മിനറൽസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ജോയിൻറ്റ് പെയിനൊക്കെ കുറയാനും ആർത്രൈറ്റിസ് ഒക്കെ കുറയാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ അളവിൽ എല്ലാ ദിവസവും എല്ലാവരും കഴിക്കണം, നല്ലത് തന്നെയാണ്. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം. അപ്പം അതാണ് എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ റെസിപ്പികൾ ഉണ്ടാക്കാനായിട്ടൊരു പ്രചോദനം കിട്ടും. അപ്പം താങ്ക് യു.